സർക്കാരിനെതിരെ കലാഭവൻ മണിയുടെ കുടുംബം ഇടത് സഹയാത്രികനായിരുന്ന കലാഭവൻ മണിയെ സർക്കാർ അവഗണിച്ചുവെന്ന് സഹോദരൻ RV രാമകൃഷ്ണൻ. മണിയുടെ സ്മാരക പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങി. കലാഭവൻ മണി മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ സർക്കാരാണ് ഇപ്പോഴും. ഇതുവരെയ്ക്കും സ്മാരകം നിർമ്മിച്ചിട്ടില്ല. ഇതിനെതിരെ പ്രതിഷേധിക്കുമെന്നും വേണ്ടിവന്നാൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്നും RV രാമകൃഷ്ണൻ വ്യക്തമാക്കി. 2016 മരിച്ചതിന് ശേഷം 2016 കേരള സർക്കാരിന്റെ ബഡ്ജറ്റിൽ കലാഭവൻ മണിക്ക് ഒരു സ്മാരകം എന്നുള്ള രീതിയിൽ ബഡ്ജറ്റ് തുക നീക്കി വെച്ചിരുന്നു. അതിനെ തുടർന്ന് വന്ന ബഡ്ജറ്റിലും ഇതിന്റെ സ്മാരകം പണിയുന്നതിനായിട്ടുള്ള വലിയ തുക നീക്കി വെച്ചിരുന്നു. അത് നാളിതുവരെയായിട്ടും അതിന്റെ പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ സാഹചര്യം ഉള്ളത്. കേവലം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ 8 വർഷം തികയാൻ മാർച്ച് 6-ന്. ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അത് വലിയൊരു വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഏത് സമയം പ്രതിഷേധങ്ങൾ ചെയ്യാന്ന് പറയുന്ന ഒരു വിധി അങ്ങനത്തെ ഒരു ഗതികേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന്റെ മരണത്തിന്റെ സമയം കഴിഞ്ഞിട്ട് അതേ കാലയളവിൽ തന്നെ ഒരേ സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത്. അതുപോലെ ഞങ്ങള് ഇടതുപക്ഷ സഹയാത്രികരായി ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരൊക്കെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ അവഗണിക്കപ്പെട്ടു പോകുന്നത് വലിയ വേദനാജനകമായ കാര്യമാണ്. വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഇടത് സഹയാത്രികനായ കലാഭവൻ മണിയുടെ കുടുംബത്തോടാണ് ഇടതു സർക്കാരിന്റെ തന്നെ അവഗണന. RV രാമകൃഷ്ണൻ, മണിയുടെ സഹോദരൻ, അത് തന്നെയാണ് പറയുന്നത്. ഏത് തരത്തിലാണ് അദ്ദേഹം തങ്ങളുടെ വിഷമങ്ങൾ വ്യക്തമാക്കിയത്? കലാഭവൻ മണി മരിച്ചിട്ട് 8 വർഷം തികയാൻ പോകുകയാണ്. എന്നാൽ ആ മരിച്ച സമയത്ത് ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇത്തരത്തിൽ ബജറ്റിൽ തുക മാറ്റിവെച്ച് പ്രഖ്യാപിച്ചതാണ് കലാഭവൻ മണിയുടെ സ്മാരകം നിർമ്മിക്കുമെന്നത്. എന്നാൽ ഇത്രയും കാലമായിട്ടും അതിന്റെ പണി തുടങ്ങുവാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. പിന്നീട് വന്ന ബജറ്റിലും തുക മാറ്റി വെച്ചു എന്ന് അറിഞ്ഞിരുന്നു. എന്നാൽ അതിനുശേഷം പോലും കൃത്യമായി ഈ സ്മാരകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സർക്കാർ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇടതുപക്ഷ സഹയാത്രികരായ തങ്ങളെ, അതുപോലെ തന്നെ കലാപ്രതിഭയായിട്ടുള്ള കലാഭവൻ മണിയെയും അവഗണിക്കുന്നത് എന്ന് അറിയണമെന്നും ഇതിന് 4 മാസം മുമ്പ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഈ RV രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. UDF ഭരിക്കുന്ന ഈ ചാലക്കുടിയിലെ മറ്റ് പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ പ്രതിഷേധമൊക്കെ തന്നെ നടന്നതിന് ശേഷം അതെല്ലാം തന്നെ ആ സ്ഥലം ഏറ്റെടുക്കുന്ന സംഭവമൊക്കെ നടന്നിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൃത്യമായും ഈ സ്മാരകത്തിന്റെ പണി തുടങ്ങുവാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് RV രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം തങ്ങൾ ഇടതുപക്ഷ സഹയാത്രികരാണ്, എന്നിട്ടും തങ്ങളെ അവഗണിക്കുകയാണ് എന്നുള്ള കാര്യമാണ്. എന്തായാലും കലാഭവൻ മണിയുടെ ഒരു സ്മാരകം എന്നുള്ളത് കാലങ്ങളായി തന്നെ ഉന്നയിക്കുന്ന ആവശ്യമാണ്. സർക്കാരും തീരുമാനിച്ചിരുന്ന കാര്യം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാത്തത് എന്നുള്ള കാര്യമാണ് RV രാമകൃഷ്ണൻ ചോദിക്കുന്നത്. കാരണം അദ്ദേഹം മരിച്ച ആ സമയത്ത് വലിയ തരത്തിലുള്ള നഷ്ടം തന്നെയാണ് ഈ സിനിമാ ലോകത്തും അതുപോലെ തന്നെ നാടൻ പാട്ടിന്റെ ആയാലും വലിയ തരത്തിലുള്ള സങ്കടം ഉളവാക്കിയ കാര്യം തന്നെയായിരുന്നു. അതിന്നും ആ വികാരം, കലാഭവൻ മണി എന്നുള്ള വികാരം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ കലാഭവൻ മണിയെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് RV രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തിനിറങ്ങാനും തയ്യാറാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം മുൻപ് 4 മാസം മുൻപും സമരവുമായി വന്നിരുന്നു. ആ സമരത്തിൽ തീരുമാനമുണ്ടാക്കാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷവും ഈ 8 വർഷം തികയാൻ പോകുമ്പോഴും ആ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. അതിന്റെ കൃത്യമായ കാരണം സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ അത് കല്ലിടൽ ചടങ്ങ് പോലും നടത്താൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. കാരണം ഒരു വെറും സ്മാരകമായിട്ടല്ല, ഒരു നാടൻ പാട്ടിന്റെയും അതുപോലെ തന്നെ ആ കലാപരമായിട്ടുള്ള കാര്യങ്ങളുടെയും എല്ലാം ഒരു ഗവേഷണ കേന്ദ്രമായിട്ട് തന്നെയാണ് സ്മാരകം നിർമ്മിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളും സ്വീകരിക്കാത്തത് വലിയ തരത്തിൽ വേദന ഉളവാക്കുന്നത് തന്നെയാണ്. ഈ ബജറ്റിലും അവഗണന ഉണ്ടാകുന്നു. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഇതിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടില്ല. ഇതിൽ തന്നെ ഈ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഈ കലാഭവൻ മണിയുടെ കുടുംബത്തിന്റെയും. അതായത് മനോജ്, ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയായിട്ടുള്ള ഈ കലാഭവൻ മണി മരിച്ച സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനം ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തിനുമുണ്ടായിരുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രിയടക്കം അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷേ വർഷങ്ങൾ 8 പിന്നിട്ടിട്ടും ഇപ്പോഴും അവഗണന തുടരുകയാണ്. ഈ ഒരു ബഡ്ജറ്റിലും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പരാമർശവുമില്ല. അത് തന്നെയാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. വിമർശനങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക്, പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് പോകും എന്ന് തന്നെയാണല്ലോ. അത്തരത്തിൽ നീങ്ങാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം, അല്ലേ?
തീർച്ചയായും സർക്കാരിന്റെ വാഗ്ദാനം അത് വാഗ്ദാനമായി തന്നെ ഒതുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബജറ്റിലും ഇത്തരത്തിൽ ഒരു പരാമർശം ഈ കലാഭവൻ മണിയുടെ സ്മാരകവുമായി ബന്ധപ്പെട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ കലാഭവൻ മണിയുടെ കുടുംബവും തയ്യാറാവുന്നത്. കാരണം ഇത്തരത്തിൽ അവഗണിക്കപ്പെടേണ്ടവരല്ല കലാകാരൻ എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ സർക്കാരിനെതിരെ പല കലാകാരന്മാരും വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ തിരക്കഥാകൃത്തായ ശ്രീ വിനു കിരീത്ത് നമ്മോടൊപ്പം ശരിയാണ്. ശ്രീ വിനു കിരീത്ത്, കലാഭവൻ മണിയോടുള്ള ഒരു അവഗണന, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള അവഗണന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തും തുടരുകയാണ്. ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന കലാഭവൻ മണിക്ക് സ്മാരകം പണിയുമെന്ന് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് പ്രഖ്യാപിച്ചിരുന്നത്, വാഗ്ദാനം ചെയ്തത്. സാംസ്കാരിക മന്ത്രി നേരിട്ട് ചെന്നാണ് അത്തരത്തിലുള്ള വാഗ്ദാനമൊക്കെ നൽകിയത്. പക്ഷേ വർഷം 8 പിന്നിട്ടിട്ടും അത്തരത്തിലുള്ള അവഗണനയ്ക്കൊരു വ്യത്യാസവുമില്ല. ഈ ഒരു ബജറ്റിലും അതിനെക്കുറിച്ചുള്ളൊരു പരാമർശം പോലുമില്ല. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുടുംബം. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു? ഈ പ്രഖ്യാപിക്കുന്നതിന് പ്രത്യേകിച്ച് പണച്ചെലവൊന്നും ഇല്ലല്ലോ. പ്രഖ്യാപനം മാത്രമല്ലേ കുറെ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുള്ളൂ. പെൻഷൻ കൊടുക്കുന്നു, മറ്റ് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്, എന്തെങ്കിലും നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കലാഭവൻ മണിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതിമയുടെ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ സ്ഥാനം ജനഹൃദയങ്ങളിലാണ്, പതിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഈ സർക്കാർ ഇതുപോലത്തെ പ്രലോഭിപ്പിച്ചിട്ട് എന്റെ അഭിപ്രായത്തിൽ RV രാമകൃഷ്ണൻ ഇതിനൊന്നും മെനക്കെടരുത്. കാരണം നാണക്കേടാണ്. കാരണം നടക്കാൻ പോണില്ല. ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തെ കുടിയേറ്റി വച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ പോകരുത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ അദ്ദേഹത്തിന്റെ ബ്രദറിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഇതിന്റെ ആവശ്യമില്ല. കാരണം നടക്കാൻ പോണില്ല. ഇവിടെ സാംസ്കാരിക മന്ത്രി തന്നെയാണ് നേരിട്ട് ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയത്. പക്ഷേ ഈ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇനി ഒരു ഇടപെടൽ പ്രതീക്ഷിക്കേണ്ടതില്ല അല്ലേ? ഞാനൊരു കാര്യം ചെയ്യട്ടെ. ചാലക്കുടിയിലുള്ള കലാഭവൻ മണിയുടെ പ്രതിമ തിരുവനന്തപുരത്ത് രാജാജി നഗർ, അതായത് സെക്രട്ടറിയുടെ താഴെ ജനങ്ങൾ വെച്ചിട്ടുണ്ട്. ചാലക്കുടിക്കാരനാണ്, ഒന്ന് ആലോചിക്കണം. അത് തിരുവനന്തപുരത്ത് നാഷണൽ ക്ലബിന്റെ തൊട്ട് താഴെ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത്രയും ജനങ്ങൾ അത്രത്തോളം അദ്ദേഹത്തെ ആരാധിക്കുന്നു. ഇപ്പോഴും മരിച്ചു പോയെങ്കിലും നമുക്ക് അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. കാലം എത്ര കടന്നാലും അവരെ മറക്കുന്നില്ല. അപ്പോ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള ഒരു ആർജവം കാണിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള പരാതികൾ വരും. പിന്നെ ഇപ്പൊ ചെയ്യാനായിട്ട് വരില്ല, 5 പൈസ വേണ്ടേ? അതിൽ പൈസ ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം, ഇല്ലേ? അതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് പ്രഖ്യാപനങ്ങൾ അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ ഇനിയും എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ ഇപ്പൊ ഈ ബഡ്ജറ്റിൽ വന്നു. എന്തെങ്കിലും നടക്കാനുള്ള കാര്യമാണോ? നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും 5 പൈസ അവരുടെ ഇനി വീണ്ടും കേന്ദ്രത്തിൽ നിന്ന് കടം എടുത്താൽ നടക്കുമായിരിക്കും. കടം എത്ര അതുകൊണ്ട് കൊടുക്കാൻ പറ്റും? അപ്പൊ ഇങ്ങനൊന്നും കയറി പ്രഖ്യാപിച്ചിട്ട് എത്രയും വലിയൊരു കലാകാരനാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ ആ സമയത്ത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആൾക്കാർ അതങ്ങ് വിശ്വസിച്ചോളും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് പോകരുത്. പറഞ്ഞാൽ ചെയ്യണം, ചെയ്യുന്നതേ പറയാവൂ, ഇല്ലേ? ഇപ്പൊ വിഷമം ഉണ്ടാവും, തീർച്ചയായിട്ടും ആ ഫാമിലിക്ക് തീർച്ചയായിട്ടും വിഷമം ഉണ്ടാവും. അതെ, സ്വാഭാവികമാണ്. കാരണം സർക്കാരിന്റെ ഭാഗത്തിന് ഇത്തരത്തിലുള്ളൊരു വാഗ്ദാനം ലഭിക്കുന്നു, ഇത്രയുമായിട്ടും അവഗണന തുടരുന്നു. സ്വാഭാവികമായി അവരൊക്കെ ഇടതുപക്ഷ ഒരു സഹയാത്രികരാണ്, അത്തരത്തിലുള്ളൊരു കുടുംബവുമാണ്. ആണ് പക്കാ ഇടതുപക്ഷം എന്ന് തന്നെ പറയാം. പക്കാ ഇടതുപക്ഷവുമാണ്. മരിച്ചിട്ട് വർഷങ്ങൾ ഇത്ര. പക്ഷെ ഞങ്ങൾ കലാകാരന്മാരെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കലാഭവൻ മണിയെ കുറിച്ച് സംസാരിച്ചത്. ഞാൻ BJP കാരനാണ്. പക്ഷെ ഞാൻ മണി എന്ന കലാകാരനെയാണ് ഞാൻ ഇവിടെ ആദരിക്കപ്പെടുന്നത്, ഇല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് വാക്ക് പാലിക്കണം എന്ന് തന്നെയാണ്. പിന്നെ നടക്കില്ല എന്ന് തൽക്കാലം എനിക്ക് പറയാൻ പറ്റും. കാരണം അങ്ങനെയാണത്. നമ്മുടെ ഇപ്പോഴത്തെ പോക്കുകൾ പ്രഖ്യാപനങ്ങളിൽ നിൽക്കും, അത്രയേ ഉള്ളൂ. സങ്കടകരമാണ്. അതെ അതെ, വളരെ നന്ദി ശ്രീ വിനു കിരിയത്ത് ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. വീണ്ടും മനോജ്, ശ്രീ വിനു കിരിയത്ത് തിരക്കഥാകൃത്ത് സൂചിപ്പിച്ചത് ശ്രദ്ധേയമാണ്. കാരണം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഒരു നീതി, ഒരു ഇടപെടൽ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം എല്ലാം വാഗ്ദാനങ്ങൾ മാത്രമാണ്, എല്ലാം കടലാസിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കലാഭവൻ മണിയുടെ കുടുംബവും കാത്തിരിക്കുക അല്ലാതെ നിർവാഹമില്ല. പക്ഷേ പ്രതിഷേധം ശക്തിപ്പെടുത്തും, പ്രതിഷേധവുമായി ബന്ധപ്പെട്ടവരെ സമീപിക്കും. അത് തന്നെയാണ് RV രാമകൃഷ്ണനും വ്യക്തമാക്കി കഴിഞ്ഞത്, അല്ലേ? KB, ഇതിൽ മറ്റൊരു കാര്യം, സാധാരണ പൊതുജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. എന്നാൽ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ഒരു കുടുംബത്തിന് തന്നെ ഇത്തരത്തിൽ ഈ അവഗണന നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണെന്ന് കേരളത്തിൽ നിലവിലുള്ളത്. അതിൽ തന്നെ ഒരു കലാകാരൻ, അതായത് ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ അവിടെ പ്രതിമ വെച്ചു, സ്വന്തം പൈസ മുടക്കി അവിടെ വെച്ചു. അത്തരത്തിൽ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ ഒരു കലാകാരനെ അവഗണിക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ സർക്കാർ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകരുതായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത്തരം വാഗ്ദാനം നൽകിയിട്ടും അത് പാലിക്കാൻ കഴിയാതെ വീണ്ടും വീണ്ടും ആ കുടുംബത്തെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. യെസ്,
ഇതുതന്നെയാണ് വലിയ രീതിയിലുള്ള വിമർശനമാണ് സർക്കാരിനെതിരെ കലാഭവൻ മണിയുടെ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. ഇടത് സഹയാത്രികനായ കലാഭവൻ മണിയെ സർക്കാർ അവഗണിച്ചുവെന്നാണ് സഹോദരൻ RV രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. മണിയുടെ സ്മാരകം പ്രഖ്യാപനമായി മാത്രം ഒതുങ്ങുകയാണ്. കലാഭവൻ മണി മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ സർക്കാരാണ് ഇപ്പോഴും. ഇതുവരെയും സ്മാരകം നിർമ്മിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനവും. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.